ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. ഇവിടെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ ഏപ്രിൽ 10 റിലീസാവുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മമ്മൂട്ടിയുടെ ചിത്രമാണ്. എന്തുകൊണ്ട് അവർ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല? ഓക്കെ, മമ്മൂട്ടിക്ക് പറ്റൂല, ഓക്കെ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ ചെയ്യൂലേ? ഇടയ്ക്ക് ഇത്രയും നല്ലൊരു അതിൻ്റെ മേക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നു. എൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മേക്കിംഗ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ മേക്കിംഗ് ആയിട്ടുള്ള സിനിമയാണ്. വേറെ രീതിയിലുള്ള സിനിമയാണ്, സ്റ്റൈലിഷ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? ഇത് ആരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സരിഗമയാണ്. അവരെന്തുകൊണ്ട് എൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല? വേറെ ആൾക്കാരുണ്ടല്ലോ, ഗവൺമെൻറ്റിനെ കുറിച്ച് പ്രൊമോഷൻ ചെയ്യണം. 15 ദിവസം മുമ്പെങ്കിലും പ്രൊമോഷൻ ചെയ്യാതെ ഒരു സിനിമ എങ്ങനെ കൊണ്ടുവരും? ഇപ്പോൾ എമ്പുരാൻ സിനിമ നമ്മൾ കണ്ടതാണ്. ആ സിനിമയ്ക്ക് പ്രൊമോഷൻ്റെ അത്രയ്ക്കും ആ സിനിമയ്ക്ക് അത് കണ്ടന്റ് ഇല്ലെങ്കിൽ പോലും ആ സിനിമ ഇത്രയും വിജയിക്കാൻ കാരണം അതിൻ്റെ പ്രൊമോഷനാണ്. അവർ ഓരോ സ്ഥലങ്ങളിലും ഇപ്പം ഈ ബോംബെയിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും അവരതൊക്കെ അവിടെയൊക്കെ പോയി പ്രൊമോട്ട് ചെയ്യും സിനിമയെക്കുറിച്ച്. അവർ ആ സിനിമ ഇപ്പോൾ നമുക്ക് ഒരു വിൽക്കാനുള്ളത് ഒരു കല്ലാണെങ്കിൽ പോലും സ്വർണത്തിൻ്റെ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വെള്ളിയിൽ എത്രയെങ്കിലും വിൽക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു പ്രൊമോഷനും കൊടുക്കാതെ ഭീഷ്മപർവം പോലത്തെ ഒരു സിനിമയെ വെറും 90 കോടിയിൽ ഒതുക്കിയ ഒരു ടീമാണ്. സരിഗമയല്ല ഞാൻ പറയുന്നത്. അപ്പം അതൊരു സിനിമയെ 90 കോടിയിൽ ഒതുങ്ങുന്ന സിനിമയാണോ അത്? അപ്പം എല്ലാവരും പറയും നല്ല റിപ്പോർട്ട് വന്നാൽ പോലും മമ്മൂട്ടി സിനിമ 100 കോടി നേടില്ലെന്ന്. സത്യമാണ്. പ്രൊമോഷൻ ഇല്ല, അതാണ് കാര്യം. പകരം ദുൽഖർ സൽമാൻ ആണെങ്കിലും ദുൽഖർ സൽമാൻ്റെ കയ്യിലൊക്കെയാണ് ആ കുറുപ്പ് പോലത്തെ സിനിമ, അല്ല ഭീഷ്മപർവം പോലത്തെ സിനിമ. ദുൽഖർ സൽമാൻ അത് ചേരൂല. എന്നാലും അതുപോലുള്ള അത്രയും ഹൈപ്പുള്ളൊരു സിനിമ ദുൽഖർ സൽമാൻ, അത്രയും റിപ്പോർട്ടുള്ള സിനിമ ദുൽഖർ സൽമാൻ്റെ ആയിരുന്നെങ്കിൽ ചുരുങ്ങിയ 150 കോടി ആ സിനിമ അടിക്കുമായിരുന്നു ഉറപ്പായിട്ട്. അത്രയ്ക്ക് പ്രൊമോഷൻ ദുൽഖർ സൽമാൻ ചെയ്യുമായിരുന്നു. ഞാൻ ഒരിക്കലും മമ്മൂട്ടിയെ കുറ്റം പറയുന്നതല്ല, അവരുടെ ടീമിൻ്റെ പ്രശ്നമാണ്. അവർ അതിൻ്റെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. ബസൂക്ക എന്ന സിനിമ 2.5 മണിക്കൂറുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. കുറേ ത്രില്ലിംഗ് ആയിട്ട് സീൻസ് ഉണ്ട്. അതിനകത്ത് സൈക്കോ കില്ലറിനെ പിടിക്കാൻ പോകുന്ന ഒരു ആളായിട്ടാണ് മമ്മൂട്ടി, പോലീസുകാരെ സഹായിക്കുന്ന ഒരാളായിട്ടാണ് വരുന്നതെന്ന് അറിയാൻ സാധിച്ചു. അപ്പം നമുക്ക് നല്ല പ്രതീക്ഷയുള്ള പടമാണ്. ട്രെയിലറും കൂടെ വന്നിരിക്കുന്ന നല്ല അടിപൊളി സിനിമയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. എങ്ങനെ പോകുന്നുണ്ടോ? പക്ഷെ നല്ല രീതിയിലൊരു പ്രൊമോഷൻ കൂടെ ഉണ്ടെങ്കിൽ ഈ സിനിമ എത്തേണ്ട ലെവൽ വേറെ ലെവലാണ്. സിനിമ കൊള്ളൂലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത്രയും പ്രൊമോഷൻ കുറവ്, സിനിമയും കൊള്ളൂലെങ്കിൽ സിനിമ പിന്നെ പറ്റിപ്പോകും, അല്ലാതെ വിജയിക്കില്ല. ഇപ്പോൾ നമ്മളെ എമ്പുരാൻ പോലെ നല്ല പ്രൊമോഷൻ കൊടുത്തിട്ട് ഒരു ആവറേജ് റെസ്പോൺസ് കിട്ടിയാൽ പോലും ഒരു സൂപ്പർ ഹിറ്റ് ലെവലിൽ ഇങ്ങനെ പടം ഓടും. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിന് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, അത് പ്രേക്ഷകരിലോട്ട് എത്തിക്കണം. ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇപ്പം ഹൈപ്പ് കുറഞ്ഞു നിൽക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഫാൻസുകാർ പോലും ആ സിനിമയെ ഏറ്റെടുക്കുന്നില്ല. ഇപ്പം ആ സിനിമയിലെ പ്രൊമോഷൻ ഒരു മമ്മൂട്ടിയുടെ പോസ്റ്ററിനെ പങ്കുവയ്ക്കുന്നുള്ളതല്ലാതെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യണം. പോസ്റ്ററെ കുട്ടികളോട് 10-15 ദിവസം മുമ്പ് പോസ്റ്റർ ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ എന്ത് വരാൻ പോകണം? 5 ദിവസം മുമ്പ് പോസ്റ്ററെങ്കിലും ഒട്ടിക്കുന്ന ആൾക്കാർ കാണണ്ടേ? ട്രെയിലർ ഇറക്കി, ഓക്കെ, ക്യാരക്ടർ പോസ്റ്റർ വെളി വിടൂ. ഇനി ആ പാട് എത്ര ദിവസം ഉണ്ട്? 10 ദിവസം ഉണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം 3 ദിവസത്തിന് മുമ്പ് ഇടാൻ വേണ്ടി. പരമ കഷ്ടമെന്നേ പറയാനുള്ളൂ. നമ്മളൊരു മമ്മൂട്ടി ഫാനാണ്, പക്ഷേ മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മമ്മൂട്ടിയുടെ പടങ്ങളും നല്ല രീതിയിൽ എത്തണം. ചിത്രത്തിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ മോഹൻലാൽ പടങ്ങളെക്കാളും ക്വാളിറ്റിയുള്ള സിനിമ മമ്മൂട്ടിക്കാണ്. പക്ഷെ എന്തുകൊണ്ട് മമ്മൂട്ടി സിനിമകൾ മുകളിലോട്ട് എത്തുന്നില്ല? ഫാൻസ് കുറവായതുകൊണ്ടാണ്. മോഹൻലാലിനെ അപേക്ഷിച്ച് ചിലപ്പോൾ ഫാൻസ് കുറവായിരിക്കും. സിനിമയുടെ ക്വാളിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റേ മഞ്ഞുമേൽ ബോയ്സ്, ഏത് ഫാൻസിൻ്റെ പടം 200 കോടിയും ഇൻഡസ്ട്രി ഹിറ്റൊക്കെ അടിച്ചത്? ഒരു ഫാൻസും ഇല്ല. പടം നല്ലതാണെങ്കിൽ അത് അടിക്കും, അതിന് പ്രൊമോഷൻ കൊടുക്കണം. അല്ലാതെ വീട്ടിൽ ഇരുന്ന് കൊണ്ടൊരു പടം ഇറക്കിയിട്ട് നല്ല പടമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പടത്തിൻ്റെ ക്വാളിറ്റി അല്ല, പടത്തിൻ്റെ പ്രൊമോഷനും കൂടെയാണ് പടത്തിൻ്റെ വിജയത്തിനെ ബാധിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ബസൂക്കയ്ക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നന്ദി, നമസ്കാരം. ഓക്കെ.